ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാവോ? ഹലോ. കേൾക്കണം. ഓക്കെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വയലും വനവും എന്നുള്ള ചാപ്റ്ററിൽ ജീവിയ ഘടകങ്ങൾ അജീവിയ ഘടകങ്ങൾ ഒരു ഹോംവർക്ക് പോലെയൊക്കെ തന്നായിരുന്നു. ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഞാൻ ആ ഹോംവർക്ക്. എല്ലാവരും ചെയ്തായിരുന്നല്ലോ അല്ലേ? ജീവീയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഏതൊക്കെയെന്ന് തരംതിരിച്ച് എഴുതാനായിരുന്നു. എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കാട്ടോ. എല്ലാവരും പഠിച്ചു പോകുന്നുണ്ടല്ലോ അല്ലേ? നോട്ടെല്ലാം. അങ്ങനെയാണ് നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നോക്കാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സസ്യങ്ങളെ പറ്റിയും ജന്തുക്കളെ പറ്റിയും നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ജീവിയുമായിട്ടും അജീവമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, അവർ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മുടെ സസ്യലോകവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ നമ്മൾ കാണാൻ പോകുന്നത്, അതായത് ഇലയ്ക്കുമുണ്ട് പറയാൻ. നമ്മുടെ 4ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ 2ാമത്തെ യൂണിറ്റ് ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് തന്നെ ആളെ പറ്റി പറയുന്നുണ്ട്. ഇലയുടെ കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ഇലയുടെ കൂടെ ഒരാളെ പറ്റിയുണ്ട്, വേരിനെ. ഇവർ രണ്ടുപേരെയും കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു തന്നെ പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. 2nd യൂണിറ്റ് പേര് ഇലയ്ക്കുമുണ്ട് പറയാം. ഓക്കെ, നമ്മുടെ ടീച്ചറും പിള്ളേരും ഒക്കെ ചെടി നടുന്നുണ്ട്. നോക്കിക്കേ, സുമ ടീച്ചറും കുട്ടികളും പാകി മുളപ്പിച്ച പച്ചക്കറി തൈകൾ പറിച്ചു നടാനുള്ള ഒരുക്കത്തിലാണ്. ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, തടം നന്നായി നനച്ച് വേരുകൾ പൊട്ടാതെ സൂക്ഷിച്ചു വേണം തൈകൾ പറിച്ചെടുക്കാൻ. ഓരോരുത്തരും പറിച്ചെടുക്കുന്ന തൈകളുടെ വേരുകൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. പച്ചക്കറി തൈകളുടെയും അവയ്ക്കിടയിൽ നിൽക്കുന്ന മുത്തങ്ങയുടെയും വേരുകൾ ഒരുപോലെ അല്ലല്ലോ ടീച്ചർ, ബിബീഷ് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഇവര് മുളപ്പിച്ച പച്ചക്കറി തൈകള് പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബിബീഷിന് ഒരു ഡൗട്ട് തോന്നി. നോക്കിക്കേ, അതിലെ പച്ചക്കറി തൈകളുടെയും അവയ്ക്കിടയിൽ നിൽക്കുന്ന മുത്തങ്ങയുടെയും വേരുകള് ഒരുപോലെ അല്ല എന്ന് അവൻ പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? അല്ലെങ്കിൽ നോക്കിയതേ, പിള്ളേർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിലും അറിയാം, നമ്മൾ ചെടികളെ പറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വേരുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ നോക്കിക്കേ, അവർ രണ്ടുപേരും പിടിച്ചിരിക്കുന്ന ആ ചെടികളുടെ പിക്ചർ തന്നെ നോക്കിയാൽ മതി, അവിടെ തന്നെ ഉണ്ട് വ്യത്യാസം. ഒരാളുടെ കയ്യിലിരിക്കുന്നത് നോക്കിക്കേ, ഏകദേശം ഒരുപോലെ കുഞ്ഞു 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 വേരുകളായിട്ട് ഒരേ ഒരു സൈസിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ ആ പെൺകൊച്ചിന്റെ കയ്യിലിരിക്കുന്ന വേരുകളുടെ പ്രത്യേകത നോക്കിയേ, അതിൽ മെയിൻ ആയിട്ട് ഒരു വേരുണ്ട്, അതിൽ നിന്ന് ശാഖകളായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ 2 തരത്തിലുള്ള വേരുകൾ, അതായത് 2 ടൈപ്പ് ഉണ്ട് നമ്മുടെ വേരുകൾ. അതാണ് പ്രധാനമായിട്ടും ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ കുട്ടികൾ എടുത്തു വെച്ചിരിക്കുന്ന പിക്ചർ തന്നെ നോക്കുക. ആദ്യത്തേതില് ആ ചെറുക്കം കൊച്ചു പിടിച്ചിരിക്കുന്ന പിക്ചറിലെ ആ വേരുകൾ കണ്ടോ, ഒരേ സൈസിൽ പോയിരിക്കുന്നു. പക്ഷെ മറ്റേതോ മെയിൻ ആയിട്ടൊരു വേര് പോയിട്ടുണ്ട്, അതിൽ നിന്ന് ശാഖകളാണ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബിബീഷിന്റെ സംശയം പോലെ തന്നെ 2 ചെടികളുടെയും വേരുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് അവൻ പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ വേരിന് പറയുന്ന പേരുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഒരു കൂട്ടം സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേര് കാണുന്നു. ആ വേരിൽ നിന്ന് കുറെ വേരുകൾ വളർന്നിരിക്കുന്നു. വണ്ണമുള്ള വേര് നീളം കൂടിയതാണ്. അതാണ് നമ്മുടെ ആരുടെ ഇരിക്കുന്നത്, ഈ പെങ്കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന വേര്. അതിന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞു. നോക്കിക്കേ, ഒരു കൂട്ടം സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേര് കാണുന്നു. അത് പ്രധാനമായിട്ടും അതിന് ഒരു വേര് മെയിൻ ആയിട്ട് കണ്ടോ, ഒരു വേര് കാണുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ആ വേരിൽ നിന്ന് കുറെ വേരുകൾ വളർന്നിരിക്കുന്നു. ആ ഒരു മെയിൻ വേരിൽ നിന്ന് കുറെ വേരുകൾ സൈഡിലേക്കും താഴോട്ടൊക്കെ ആയിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ വണ്ണമുള്ള വേര് നീളം കൂടിയതാണ്. അത് നമുക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല. വണ്ണമുള്ള വേര് നീളം കൂടിയതാണ്. മെയിൻ ആയിട്ടൊരു വേരുണ്ട്, അതിൽ നിന്നാണ് ജസ്റ്റ് ശാഖകൾ പോലെ സൈഡിലേക്കും പോയിട്ടുണ്ട്, താഴോട്ടും പോയിട്ടുണ്ട്. ഇനി അടുത്തത് ആ ചെറുക്കം കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുന്നതാണെങ്കിലോ, മറ്റൊരു കൂട്ടം സസ്യങ്ങളിൽ കുറെ അധികം വേരുകൾ ചെടിയുടെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളർന്നതായി കാണുന്നു. കാണ്ഡത്തിന്റെ എവിടെ നിന്നാ? ചുവട്ടിൽ നിന്ന് വളർന്നതായി കാണുന്നു. എല്ലാ വേരുകളും ഒരുപോലെയാണ്. വേരുകൾ വണ്ണം കുറഞ്ഞവയാണ്. നോക്കിക്കേ, ഇതിന്റെ പ്രത്യേകത എന്താ? ഇതും കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ എല്ലാ വേരുകളും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്, അത് വണ്ണം കുറഞ്ഞതുമാണ്. അപ്പൊ പെൺകൊച്ചിന്റെ കയ്യിലിരുന്ന വേരിന്റെ പ്രത്യേകത എന്തായിരുന്നു? താഴോട്ടൊരു മെയിൻ ആയിട്ടൊരു വണ്ണമുള്ളൊരു വേരുണ്ട്. ആ വേരിൽ നിന്ന് കുറെ വേരുകൾ വളർന്നിട്ടുണ്ട്. പിന്നെ വണ്ണമുള്ള വേരാണ് ഏറ്റവും നീളം കൂടിയത്. നമ്മുടെ ചെറുക്കം കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുന്നതിലാണെങ്കിലോ,
എല്ലാ വേരുകളും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. പിന്നെ വണ്ണം കുറഞ്ഞതുമാണ്. വേരുകളെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഏകദേശം ഒരേ സൈസ്. പിന്നെ അത് വണ്ണം കുറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള വേരുകൾക്ക് അവയ്ക്കൊരു പേരും കാണുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറിപ്പുകൾ വായിച്ചില്ലേ? നിങ്ങളുടെ നിരീക്ഷണ കുറിപ്പുമായി താരതമ്യം ചെയ്യൂ. എത്ര തരം വേരുകളാണ് മിസ്സിനെ നിരീക്ഷിച്ചത്? നിങ്ങൾക്ക് എത്ര തരം വേരുകൾ കണ്ടെത്താൻ കഴിഞ്ഞു? നമ്മളിവിടെ എത്ര തരം വേരുകളാ കണ്ടേ? 2 തരം വേരുകൾ. അപ്പൊ അതാണ് നോക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2 തരത്തിലുള്ള വേരുകളാണ് ഉള്ളത്. ഏതൊക്കെ? തായ് വേര് പടലവും നാര് വേര് പടലവും. അപ്പൊ നിങ്ങൾ എഴുതി പോകുമ്പോൾ, നോട്ട് എഴുതി പോകുമ്പോൾ തായ് വേര് പടലം എന്ന് കൊടുക്കുക, അതിന്റെ പ്രത്യേകതകൾ എഴുതുക. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു രീതിയിൽ തന്നെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ പിന്നെ വലിച്ചു വാരി അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് എഴുതുക. അതുപോലെ തന്നെ നാരുവേര് പടലത്തിന്റെ അങ്ങനെ എഴുതി പോകാം കേട്ടോ. അപ്പൊ തായ് വേര് പടലവും നാരുവേര് പടലവും നമ്മളിവിടെ മേളിൽ ആ പിള്ളേരുടെ കയ്യിലിരിക്കുന്ന ചെടികൾ നിരീക്ഷിച്ചപ്പോൾ തന്നെ പോയിന്റുകൾ ജസ്റ്റ് കിട്ടിയായിരുന്നു. അതിൽ നോക്കിക്കേ, ഒന്നാമത്തെ ചിത്രം ഇതാണ് ആ പെങ്കൊച്ചിന്റെ കയ്യിലിരുന്നത്. അത് ഏത് പടമാണ് നോക്കിക്കേ? തായ് വേര് പടലം. ഏതാണ്? തായ് വേര് പടലം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ? ഇവിടെ മെയിൻ ആയിട്ടൊരു വേര് പോകുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല വണ്ണവും ഉണ്ട്, നീളവും ഉണ്ട്. അതിന്റെ സൈഡിൽ നിന്നാണ് എന്താ, ശാഖകൾ പോലെ ബാക്കിയുള്ള വേരുകൾ പോകുന്നത്. അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? തായ് വേര് പടലം. നീളമുള്ള ഒരു മെയിൻ ആയിട്ട് അതൊരു തായ് വേര് പോകുന്നുണ്ട്. അതിന് ശാഖകളായിട്ടാണ് ബാക്കിയുള്ള വേരുകൾ പോകുന്നത്. ഇനി നാരുവേര് പടലമാണെങ്കിലോ നോക്കിക്കേ, നമ്മുടെ ആ സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരേ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരേ വണ്ണത്തിലാണ് ഈ വേരുകൾ പോകുന്നത്. അപ്പൊ അതാണ് എന്ത്? നാരുവേര് പടലം എന്ന് പറയുന്നത്. അതായത് നാരുകൾ പോലെ നമ്മുടെ സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരേ വലുപ്പത്തിൽ ഒരേ വണ്ണത്തിൽ പോകുന്നതാണ് എന്ത്? നാരുവേര് പടലം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, ഈ ഒരു അതായത് ഒരു എന്താ നീളമുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വേരിൽ നിന്ന് ശാഖകൾ പോലെ പോകുന്നതാണ് എന്ത്? തായ് വേര് പടലം. അല്ലാതെ ഒരു സസ്യത്തിന്റെ കാണ്ഡത്തിൽ നിന്ന് ഒരുപോലെ ഒരേ സൈസിലുള്ള വണ്ണത്തിലുള്ള വേരുകൾ പോകുന്നതാണെങ്കിൽ അതോ നാരുവേര് പടലം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിൻ ആയിട്ട് അതാണ്. തായ് വേര് പടലത്തിന് പ്രധാനമായിട്ട് നമ്മൾ ഈ തായ്തണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തായ് വേരുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട്. അതായത് മെയിൻ ആയിട്ട് ഒരു വേരുണ്ട്, അവനിൽ നിന്നാണ് ബാക്കി ശാഖകൾ പോകുന്നത്. അത് തായ് വേര് പടലം. പിന്നെ എന്താ, സെയിം ആയിട്ട് ഒരേപോലെ വണ്ണത്തിലും ഒരേ നീളത്തിലും ഒക്കെ വേരുകൾ പോകുന്നതാണെങ്കിൽ അത് നാരുവേര് പടലവും. അപ്പൊ തായ് വേര് പടലവും ഉണ്ട്, നാരുവേര് പടലവും ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള വേരുകൾ 2 തരത്തില്. ഒന്ന് നാരുവേര് പടലവും, രണ്ടാമത്തേത് തായ് വേര് പടലവും. അപ്പൊ അതിന്റെ പിക്ചർ മനസ്സിൽ കൊണ്ടുവരിക, അത് ഓർത്തിരിക്കുക. നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാനുണ്ട്, പിന്നെ ഇലകളുടെ പ്രത്യേകതകൾ നോക്കാനുണ്ട്. അപ്പൊ തായ് വേര് പടലം എന്താണെന്നും നാരുവേര് പടലം എന്താണെന്നും അതിന്റെ ആ പിക്ചർ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ അത് പഠിക്കാം. നോക്കിക്കേ, നമുക്ക് നോക്കാം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് എന്ത്? തായ് വേര് പടലം. അപ്പൊ തായ് വേര് പടലം എന്ന് എഴുതിയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. അതിനെന്താണ്? താഴോട്ട് വളരുന്ന ഒരു മെയിൻ ആയിട്ട് ഒരു തായ് വേര് കാണും, കൂടെ എന്തുണ്ട്? ശാഖാവേരുകളും കാണും. അതായത് അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും കാണും. ഇപ്പൊ ഇത്രയുള്ളത് നമ്മൾ എന്ത് പറയും? തായ് വേര് പടലം എന്നാണ് പറയുന്നത്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് ഏത്? തായ് വേര് പടലം. അപ്പൊ ഇതാണ് തായ് വേര് പടലം. അത് മാറിപ്പോവാതെ തന്നെ പഠിക്കുക. തായ് വേര് പടലവും നാരുവേര് പടലവും. പിന്നെ നാരുവേര് പടലം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കാൻ, ഈ നാരില്ലേ, അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ പോലെയല്ലേ നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. നീളം കുറവാണ്, വണ്ണവും കുറവാണ്, അതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. പക്ഷെ തായ് വേരോ, നമ്മൾ തായ്തണ്ട് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ ആയിട്ട് ഒരു വേര് കാണും. അതിനാരൊക്കെയുണ്ട്? കൂട്ടുകാരായിട്ട് കുറച്ച് ശാഖകളും അവനിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് തായ് വേര് പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് എന്ത്? തായ് വേര് പടലം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി, തായ് വേര് പടലമുള്ള സസ്യങ്ങളിലെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരുന്നു. അതിനാൽ ഈ വേരുകൾ സസ്യത്തെ നല്ലവണ്ണം മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അപ്പൊ തായ് വേരുള്ള സസ്യങ്ങള്
മണ്ണിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കും. കാരണം എന്താണ്? അതിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരുന്നുണ്ട്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ തായ്വേര് പടലമുള്ള സസ്യങ്ങള് അതിന്റെ വേരുകൾ ആഴത്തില് വളരുന്നുണ്ട്, ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സസ്യങ്ങളെ അത് ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. അതാണ് തായ്വേര് പടലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ നാരുവേര് പടലം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേര് പടലമാണ് എന്ത്? നാരുവേര് പടലം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരേപോലെ നമ്മുടെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന്, അതായത് തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് ഒരേ നീളത്തിലും ഒരേ വണ്ണത്തിലും ഒക്കെ പോകുന്നതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. വേരുകള് സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് അല്ലെങ്കിൽ തണ്ടിന്റെ ചുവട്ടിൽ നിന്ന് ഒരേ നീളത്തിലും ഒരേ വണ്ണത്തിലും പോകുന്നതാണ് നാരുവേര് പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേര് പടലമാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത പേജിൽ കുറച്ച് മരങ്ങളുടെ സസ്യങ്ങളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നാമത് തെങ്ങ്, കവുങ്ങ്, മുള. ഇതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? തായ്വേരാണോ നാരുവേര് വിഭാഗത്തിൽപ്പെടുന്നതാണോ? ഇതെല്ലാം നാരുവേര് പടലമുള്ള സസ്യങ്ങളാണ്. അതായത് തെങ്ങ്, അപ്പൊ തന്നെ എക്സാമ്പിൾ കിട്ടിയില്ലേ? നോക്കിക്കേ, തെങ്ങ്, കവുങ്ങ്, മുള. ഇതെല്ലാം ഏതിന്റെയാണ്? നാരുവേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെ? തെങ്ങ്, കവുങ്ങ്, മുള. അതിന്റെ പ്രത്യേകത എന്താ? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും ഒരേപോലെയുള്ള വേരുകൾ, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും ധാരാളം വേരുകൾ ഒരേപോലെ വളരുന്നതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ തെങ്ങ്, കവുങ്ങ്, മുള. അതിന്റെ എല്ലാം വേരുകൾ ഒരേ നീളത്തിൽ അല്ലെങ്കിൽ ഒരേ വണ്ണത്തിലാണ് അതിന്റെ തണ്ടിന്റെ അറ്റത്തുനിന്ന് വരുന്നത്. അത് നമ്മൾ ആ ഫോട്ടോ നോക്കിക്കേ. തെങ്ങിന്റെയും കവുങ്ങിന്റെയും മുള, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് മാറിപ്പോവാതെ ഓർക്കുക. തെങ്ങ്, മുള, കവുങ്ങ്, ഇതെല്ലാം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? നാരുവേര് പടലത്തിൽ പെടുന്നതാണ് നമ്മുടെ തെങ്ങ്, കവുങ്ങ്, മുളയെല്ലാം. അങ്ങനെയാണെങ്കിൽ തായ്വേര് പടലം. തായ്വേര് പടലത്തിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞേ? തായ്വേര് പടലവും നാരുവേര് പടലവും തമ്മിലുള്ള വ്യത്യാസങ്ങള് പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. തായ്വേര് പടലത്തിന്റെ എന്തായിരുന്നു പ്രത്യേകത? അതിന് മെയിൻ ആയിട്ടൊരു തായ് വേര് തന്നെ ഉണ്ടാകും, അല്ലെ? മെയിൻ ആയിട്ടൊരു തായ് വേരുണ്ട്. അതിൽ നിന്നാണ് എന്ത് പോകുന്നത്? ഇങ്ങനെ ശാഖകൾ പോലെ വേരുകൾ പോകുന്നത്. നാരുവേരിന്റെ ആണെങ്കിലോ എല്ലാ വേരുകളും ഏകദേശം ധാരാളം വേരുകളുണ്ട്. എല്ലാം ഒരേ വണ്ണത്തിലും ഒരേ വലുപ്പത്തിലും നമ്മുടെ കാണ്ഡത്തിന്റെ അറ്റത്തുനിന്ന് ഒരേ വലുപ്പത്തിലും ഒരേ നീളത്തിലും പോകുന്നതാണ് നാരുവേര് പടലം. ഇപ്പൊ തന്നെ നമ്മൾ നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾസ്? നിങ്ങൾ ആ കൂടെ തന്നെ എഴുതി പോണേ. നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? തെങ്ങുണ്ട്, പിന്നെ നമ്മൾ കണ്ട കവുങ്ങുണ്ട്, മുളയുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾസ്. അതായത് മുളയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു തായ്വേര് പടലത്തിന് മെയിൻ ആയിട്ട് ഒരു തായ്വേരുണ്ട്, പിന്നെ അതിൽ നിന്നാണ് ശാഖകൾ പോകുന്നത്. പക്ഷെ നാരുവേര് പടലത്തിന് അങ്ങനെ ശാഖകൾ ഉണ്ടോ? ഇല്ല. എല്ലാം ഒരേ ദിശയിലേക്ക്, അതായത് ആ കാണ്ഡത്തിന്റെ അടിയിൽ നിന്ന്, ചുവട്ടിൽ നിന്ന് ഒരേപോലെ ഒരേ വണ്ണത്തിലാണ് പോകുന്നത്. അല്ലാതെ അതിന് ശാഖകളായിട്ട് അങ്ങനെ പോകുന്നില്ല. തായ് വേരിനാണ് മെയിൻ ആയിട്ട് ഒരു വേരുണ്ട്, അവന് കൂട്ടുകാരായിട്ട് കുറെ ശാഖകളും പോകുന്നുണ്ട്. അപ്പൊ അത് മാറിപ്പോകാൻ ഓർത്തിരിക്കാം. നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോ കണ്ടു. മുള, തെങ്ങ്, കവുങ്ങ്. അങ്ങനെയാണ് നമ്മുടെ തായ്വേര് പടലത്തിന്റെയോ? അത് പറയാൻ ഇനി എളുപ്പമായിരിക്കില്ലേ? ഏതൊക്കെയായിരിക്കും? നമ്മുടെ പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ തേക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് തായ്വേര് പടലത്തിന്റെ പ്രധാനമായിട്ടും എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ഒരു വേര്. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നു തോന്നുന്നു, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അത് മാറിപ്പോകാതിരിക്കാൻ. തായ്വേര് പടലത്തിന് പ്രധാനമായിട്ടും ആ പേരിൽ തന്നെ ഓർക്കുക, തായ്വേരുണ്ട്, അതിൽ നിന്ന് ശാഖകൾ പോകുന്നു. അതാണ് തായ്വേര് പടലം. ഇനി നാരുവേരിന്റെ ആണെങ്കിൽ കാണ്ഡത്തിന്റെ താഴേക്ക്, അതായത് നീളമൊക്കെ കുറഞ്ഞ് വണ്ണമൊക്കെ കുറഞ്ഞ ഒരേ ദിശയിലേക്ക് തന്നെ പോകുന്ന, ഒരേപോലെ പോകുന്ന ധാരാളം വേരുകളുള്ളതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ പിള്ളേര് വേരിനെ കുറിച്ചൊക്കെ വേരിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വേരിന്റെ പ്രത്യേകതകളും രണ്ടു തരത്തിലുള്ള വേരുകളുണ്ട് ഇങ്ങനെ പറഞ്ഞു. നാരുവേര് പടലവും ഉണ്ട്, തായ്വേര് പടലവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവര് പിന്നെ നോക്കുന്നത് ഇലകളെ കുറിച്ചാണ്. നോക്കിക്കേ, നമുക്ക് നിരീക്ഷിക്കാം. ഇലയുടെ ആകൃതി, വലുപ്പം എന്നിവ നിരീക്ഷിക്കുന്നതോടൊപ്പം അവയിലെ ഞരമ്പുകൾ പോലെ കാണുന്നവയുടെ പ്രത്യേകതയും ശ്രദ്ധിക്കണേ.
കണ്ടെത്തിയ വ്യത്യാസങ്ങൾ പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഏതായാലും വേരൊക്കെ കണ്ടുപിടിച്ചല്ലോ. ഓരോ സസ്യങ്ങളുടെ വേരുകൾക്കെല്ലാം പ്രത്യേകതകളുണ്ട്, വ്യത്യാസമാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇലകൾ നോക്കിക്കേ, ജസ്റ്റ് എല്ലാ ഇലകളും എന്താ പച്ച നിറത്തിലാണ്. പിന്നെ ചിലതൊക്കെ കാണുള്ളൂ ഒരു ഓറഞ്ചും മഞ്ഞയും ചുമലയൊക്കെ രീതിയിലുള്ളത്. ബാക്കിയുള്ള ഇലകളുടെ എല്ലാം പച്ച നിറമാണ്. നിങ്ങൾ ആ നിറവും ആകൃതി മാത്രം നോക്കാതെ അതിന്റെ അകത്തൂടെ കുഞ്ഞു കുഞ്ഞു വരകളൊക്കെ പോയിട്ടുണ്ട്, അതുകൂടെ നോക്കാൻ നമ്മുടെ ടീച്ചർ പറഞ്ഞു. അങ്ങനെയാണ് പിള്ളേർ നോക്കിയപ്പം അവർക്ക് 2 ഇല കിട്ടി. 2 ഇല കിട്ടിക്കഴിഞ്ഞപ്പം അത് കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒന്നാമത്തെ നമ്മുടെ ചിത്രം 3 ഇലയുടെ പ്രത്യേകത എന്താ? ഞാൻ ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ മണ്ടേ കൂടെ ഒന്ന് വരയ്ക്കണേ. ഇതില് എന്താ ഈ ഒരു മെയിൻ ആയിട്ടൊരു ഒരു സിര പോയിട്ടുണ്ട്, അത് ഒരു വെയിൻ പോയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ശാഖകളൊക്കെ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി അടുത്ത ഇലയുടെ ആണെങ്കിലോ എല്ലാം അതിലേക്കൂടെ പോയിരിക്കുന്ന വെയിനുകളെല്ലാം എങ്ങനെയാ നേരെ നേരെ പോയിരിക്കുന്നത്. അപ്പൊ 2 ഇലകളും വ്യത്യാസമുള്ളതാണ്. നോക്കി, 2 ചിത്രങ്ങളും ചിത്രം 3ഉം ചിത്രം 4ഉം ഒരുപോലത്തെ ഇലകളല്ല, അതിന്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ടീച്ചർ പറഞ്ഞായിരുന്നു അവയിലെ ഞരമ്പുകൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 ഇലയിലെ ഞരമ്പുകൾ തമ്മിലും വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ വ്യത്യാസം കാണാനുള്ളതെന്ന്. നോക്കിയേ, ഇലകളിലെ ഞരമ്പുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ലേ? നമുക്കാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഏതെല്ലാം എടുത്ത് നോക്കി നമുക്ക് എല്ലാത്തിന്റെ അതിന്റെ അകത്തൂടെ പോകുന്ന ആ ഇലകളിലെ ഞരമ്പുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ചിത്രങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു? വ്യത്യാസങ്ങൾ പരിസര പുസ്തകത്തിൽ കുറിച്ചെടുക്കും. മാവില, പ്ലാവില, തെങ്ങോല, മുളയുടെ ഇല എന്നിവ അവയുടെ അഗ്രഭാഗത്തു നിന്നും താഴോട്ട് നീളത്തിൽ പല കഷ്ണങ്ങളായി കീറിയെടുക്കാൻ ശ്രമിക്കൂ. അതായത് വ്യത്യസ്തങ്ങളായ ഇലകൾ എടുത്തിട്ട് മാവില എടുക്കണം, പ്ലാവില എടുക്കണം, തെങ്ങോല എടുക്കണം, മുളയുടെ ഇല എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കീറി കളിക്കുമല്ലോ, നമ്മൾ ഈ ഓലപ്പാമ്പൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഓല ഉപയോഗിച്ച് അങ്ങനെ കീറി എടുക്കുമല്ലോ. അതുപോലെ ഈ മാവിലയുടെയും പ്ലാവിലയുടെയും തെങ്ങോലയും മുളയുടെ ഇലയൊക്കെ ഒന്ന് കീറിയെടുക്കണം. നമുക്കത് നമ്മൾ കീറി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ മാവിലയും പ്ലാവിലയൊക്കെ ആണെങ്കിൽ ആ കറക്റ്റ് ആ ഇതിൽ തന്നെ കീറി വരാൻ ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷെ തെങ്ങോലയും മുളയുടെ ഇലയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വലിക്കുന്ന കൂടെ തന്നെ നേരെ ഇങ്ങ് കീറി വരും. അപ്പൊ അത് എന്താണ് അതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എല്ലാ ഇലകളും പൊട്ടിപ്പോകാതെ എളുപ്പത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം മാവിലയുടെയും പ്ലാവിലയുടെയും എന്താണല്ലോ അത് പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകും. ആ ആകൃതി തന്നെ ഇങ്ങ് കീറിപ്പോരത്തില്ല. പക്ഷെ തെങ്ങോലയുടെയും മുളയുടെയും ഒക്കെ കൃത്യമായിട്ട് ആ ആകൃതി തന്നെ നീളത്തിൽ ഇങ്ങ് കീറിപ്പോരും. അതാണ് നമ്മൾ ഈ ഇലയിൽ കണ്ടതും. നോക്കിക്കേ, ചിത്രം 3 ഇല എന്താണല്ലോ അത് കീറി നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ ചിത്രം 4 അതാ ആ ഞരമ്പുകളിൽ കൂടെ തന്നെ ഇങ്ങ് കൃത്യമായിട്ട് ഇങ്ങ് കീറിപ്പോരും. ആ മൊത്തം ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കൃത്യമായിട്ട് അതിങ്ങ് കീറിപ്പോരും. അപ്പൊ അത് നോക്കാം. തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഏതെല്ലാം ഇലകളാണ് നീളത്തിൽ കീറിയെടുക്കാൻ കഴിയുന്നവ, ഏതെല്ലാം ഇലകളാണ് നീളത്തിൽ കീറിയെടുക്കാൻ കഴിയാത്തവ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, മാവിലെയും പ്ലാവിലെയും അങ്ങനെ നീളത്തിൽ കീറിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ തെങ്ങോലയും മുളയുടെ ഇലയും നീളത്തിൽ കീറിയെടുക്കാൻ പറ്റുന്നതാണ്. ഇലകളിലെ ഞരമ്പുകൾ പരിശോധിക്കും. നമ്മുടെ ടീച്ചർ പറഞ്ഞ അതല്ലായിരുന്നു, പിള്ളേരോട് ഇലകളിലെ ഞരമ്പുകൾ നോക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ ഇലകളിലെ ഞരമ്പുകൾ പരിശോധിക്കും. ഇവയാണ് എന്ത്? സിരകൾ. അപ്പൊ ഇലകളിൽ കാണുന്ന, നമ്മുടെ ശരീരത്തിലാണെങ്കിലും കുറെ വെയിനുകളുണ്ട്. അപ്പൊ നമ്മുടെ ഇലകളിൽ കാണുന്ന ഇതുപോലെയുള്ള ഞരമ്പുകൾ, അതിന് പറയുന്ന പേരാണ് എന്ത്? സിരകൾ. ഏതെല്ലാം രീതിയിൽ ഈ ഇലകളിലെ സിരകൾ ഏതെല്ലാം രീതിയിൽ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചിത്രം 3, ചിത്രം 4 നമ്മൾ കണ്ടത്, ഈ ചിത്രം 3 സിരകൾ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ നേരെ പോയിട്ട് പിന്നെ ജസ്റ്റ് അതിന്റെ നമ്മൾ ആ മുമ്പേ ശാഖകൾ പറഞ്ഞ പോലെ തന്നെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ചിത്രം 4 എല്ലാ സിരകളും നേരെ നേരെ പാരലായിട്ട്, നമ്മൾ പറയും സമാന്തരമായിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ 2 വ്യത്യാസങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലാണ് ഈ ഇലകളിലെ സിരകൾ തമ്മിൽ ഏതൊക്കെ തരത്തിലാണ് പോയിരിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നാരുവേര് പടലവും തായ്വേര് പടലവും പ്രധാനമായിട്ട് പറഞ്ഞ പോലെ തന്നെ വരുന്നതാണ് ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും. നമ്മൾ മുമ്പേ കുത്തുകൾ യോജിപ്പിച്ച് വരച്ച ആ ഇലയുടെ കറക്റ്റ് രൂപം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ചിത്രം 5ന്റെ പ്രത്യേകത എന്താ? അതിലെ ഈ സിരകള് ഞാൻ അതിന്റെ മണ്ടക്കൂടെ ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ. ഈ സിരകൾ നോക്കിക്കേ, എന്താ? വലക്കണ്ണികൾ പോലെ. അതായത് മെയിൻ ആയിട്ട് ഒരു സിരയുണ്ട്, അതിൽ നിന്ന് ശാഖകൾ ഇങ്ങനെ പോയിരിക്കുന്ന വല, നമ്മുടെ 8 വല ഇനിങ്ങനെ ഉണ്ടാക്കി 8 നെയ്ത് വെക്കൂലോ, അതുപോലെ തന്നെ വലകൾ പോലെയാണ് ഏത് കിടക്കുന്നത്? ചിത്രം 5 കിടക്കുന്നത്. പക്ഷെ ചിത്രം 6
ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞായിരുന്നു എങ്ങനെയാ, സമാന്തരമായിട്ട്, അതായത് പാരലൽ ആയിട്ടാണ് നമ്മുടെ ചിത്രം 5-ലെ ഇലയുടെ സിരകൾ പോയിരിക്കുന്നത്. അപ്പൊ അതാണ് ഒന്ന് ജാലികാ സിരാവിന്യാസവും മറ്റേത് സമാന്തര സിരാവിന്യാസവും. അതിവിടെ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടു കാണുന്ന പ്രധാന സിര നോക്കൂ. ആണ് ഞാനിവിടെ ജസ്റ്റ് ഇതിന് വരച്ച് ഞാനത് കുളവാക്കുന്നില്ല. ഓക്കെ, ഈ അറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ, അതായത് ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാരം വരെ നീണ്ടു കാണുന്ന പ്രധാന സിര നോക്കൂ. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതും ശ്രദ്ധിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞു. നോക്കിയേ, പ്രധാനമായിട്ട് ഒരു വെയിൻ പോകുന്നുണ്ട്, ഒരു സിര പോകുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് ശാഖകൾ പോലെ പോയിരിക്കുന്ന ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു സിരകൾ, അതെല്ലാം കൂടെ കൂടി ചേർന്ന് ഏകദേശം ഒരു വലക്കണ്ണികൾ പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സിരാവിന്യാസത്തിന് പറയുന്ന പേരെന്താണ്? ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ഏത്? ജാലികാ സിരാവിന്യാസം. അപ്പൊ ഇലകളില് ഇതുപോലെ മെയിൻ ആയിട്ട് ഒരു വെയിൻ കാണും, അതായത് ഒരു സിര കാണും, അതിൽ നിന്ന് ശാഖകൾ പോലെ അടുത്ത സിരകളുണ്ട്, അതെല്ലാം കൂടെ കൂടി ഏകദേശം ഒരു വല പോലെ നെയ്തിരിക്കുന്ന ആ ഇലകള്, അതിൽ കാണുന്ന സിരാവിന്യാസം എന്ന് പറയുന്നതാണ് ഏത്? ജാലികാ സിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ഏത്? ജാലികാ സിരാവിന്യാസം. അങ്ങനെയാണെങ്കിൽ മിച്ചം നമ്മുടെ ചിത്രം 5 കിടക്കുന്ന ചിത്രം 6-ലെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു സമാന്തരമായിട്ടാണ് അതിലെ സിരകൾ പോകുന്നത്. ആ സമാന്തരമായിട്ടാണ് സിരകൾ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അത് എന്ത് പേരിൽ അറിയപ്പെടും? സമാന്തര സിരാവിന്യാസം എന്നറിയപ്പെടും. നമ്മൾ പറഞ്ഞു ഇലകളിൽ വലക്കണ്ണികൾ പോലെയാണ് കിടക്കുന്നതെങ്കിൽ, സിരാവിന്യാസം കിടക്കുന്നതെങ്കിൽ അത് ജാലികാ സിരാവിന്യാസം. അങ്ങനെയാണെങ്കിൽ ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു മാവിലെയും പ്ലാവിലെയും തെങ്ങിന്റെ ഓലയും പിന്നെ നമ്മുടെ മുളയുടെ ഇലയും എടുത്തു നമ്മൾ കീറി നോക്കി. പക്ഷെ മാവിലെയും പ്ലാവിലെയും അങ്ങനെ ഇങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒറ്റയടിക്ക് കീറിയെടുക്കാൻ പറ്റത്തില്ല. അത് പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നുണ്ട്. കാരണം അതിന്റെ എന്താ പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വലക്കണ്ണികൾ പോലെയാണ്. അതായത് മെയിൻ ആയിട്ട് ഒരു സിരയുണ്ട്. നമ്മുടെ മാവിലെയും പ്ലാവിലെയും എടുത്താൽ നമുക്കറിയാം മെയിൻ ആയിട്ട് അതിലൊരു സിര പോയിട്ടുണ്ട്. പിന്നെ വലക്കണ്ണികൾ പോലെ അതിന്റെ ശാഖകൾ ആ മെയിൻ ആയിട്ടുള്ള സിരയിൽ നിന്ന് പോയിട്ട് അതിൽ ശാഖകൾ പോയി വല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഏത്? ജാലികാ സിരാവിന്യാസം. അപ്പൊ അത് ഒറ്റയടിക്ക് നമുക്ക് കീറിയെടുക്കാൻ പറ്റത്തില്ല, അത് പൊട്ടിപ്പോവും. പക്ഷെ സമാന്തര സിരാവിന്യാസത്തിലുള്ള നമ്മുടെ മുളയുടെ ഇലയും തെങ്ങിന്റെ ഇലയൊക്കെ, അതായത് തെങ്ങിന്റെ ഓലയെ എങ്ങനെ നമുക്ക് ഇലയുടെ ഈ ഇങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ നമുക്ക് ഒറ്റയടിക്കത് കീറിയെടുക്കാൻ പറ്റും. അതായത് സമാന്തരമായിട്ടാണ് അതില് സിരാവിന്യാസം പോയിരിക്കുന്നത്. അപ്പൊ അതാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജാലികാ സിരാവിന്യാസം ആണെങ്കിൽ ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ഏത്? ജാലികാ സിരാവിന്യാസം. ഇനി ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിന് എന്ത് പറയും? സമാന്തര സിരാവിന്യാസം. അത് ജസ്റ്റ് ആ പേര് തന്നെ ഓർത്തിരിക്കുക. സമാന്തരമായിട്ടാണ് നമ്മൾ സിരകൾ പോകുന്നതെങ്കിൽ സമാന്തര സിരാവിന്യാസം. ഇനി അല്ല വലക്കണ്ണികളായിട്ടാണ് പോകുന്നതെങ്കിൽ ജാലികാ സിരാവിന്യാസം. നമ്മൾ ആദ്യം പറഞ്ഞു തന്നായിരുന്നു നമ്മുടെ വേരിന്റെ കാര്യം, തായ്വേര് പടലവും നാരുവേര് പടലവും. അവിടെയും ഉണ്ടായിരുന്നു നമുക്ക് മെയിനായിട്ട് ഒരു തായ്വേരുണ്ടായിരുന്നു. അവനിൽ നിന്ന് ശാഖകൾ പോയത് ഏതായിരുന്നു? തായ്വേര് പടലം. ഇനി നാരുവേര് പടലം ആണെങ്കിലോ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് ധാരാളം വേരുകൾ ഏകദേശം ഒരേ വണ്ണത്തില്, പിന്നെ അത് ചെറുതായിരിക്കും, ആ ഒരേ വണ്ണത്തിൽ പോകുന്ന ഏതായിരുന്നു? നാരുവേര് പടലം. ഇനി ജാലികാ സിരാവിന്യാസം അത് ഇലകളിലാണ്. ഇലകളിലെ സിരാവിന്യാസം 2 തരത്തിലുണ്ട്, ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും. ജാലികയാണെങ്കിൽ വലക്കണ്ണികൾ പോലെ കിടക്കും. അത് നമ്മളെ തായ്വേരുമായിട്ട് ഏകദേശം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. തായ്വേരിനും ഇങ്ങനെ ശാഖകളുണ്ടല്ലോ, അപ്പൊ ജാലികയ്ക്കും ശാഖകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമാന്തരമാണെങ്കിൽ നേരെ പാരലായിട്ട് തന്നെ സമാന്തരമായിട്ട് തന്നെ പോകുന്നതാണ് നമ്മുടെ സമാന്തര വിന്യാസം. ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം വേരിനെയും നമ്മുടെ ഇലയും ഏകദേശം ഒന്ന് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വേരുകളും, അതായത് നമ്മുടെ ഈ തായ്വേര് പടലവും നാരുവേര് പടലവും അതുപോലെ തന്നെ നമ്മുടെ ഈ സിരാവിന്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളിലെ വേരുപടലം, സ്ഥിരാവിന്യാസം എന്നിവ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെയായിരുന്നു നിരീക്ഷിച്ച? തെങ്ങ്, മാവ്, പിന്നെ നമ്മുടെ പ്ലാവും മുളയും കൂടെ എടുക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്
വേരുപടലവും സ്ഥിരാവിന്യാസവും. രണ്ട് തരത്തിലുള്ള വേരുപടലവും ഉണ്ട്, രണ്ട് തരത്തിലുള്ള നമ്മുടെ സ്ഥിരാവിന്യാസവും ഉണ്ട്. നോക്കിക്കേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചു പോകണം. അത് മാറിപ്പോകാതെ അതിന്റെ വേരുപടലവും സ്ഥിരാവിന്യാസവും മാറിപ്പോകാതെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ തെങ്ങ്. തെങ്ങിന്റെ നമ്മൾ പറഞ്ഞായിരുന്നു, എങ്ങനെയുള്ളതെന്നാ പറഞ്ഞേ? ധാരാളം വേരുകൾ ആ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് പോകുന്നുണ്ട്, അതും വണ്ണം കുറഞ്ഞ വേരുകളൊക്കെയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തെങ്ങിന്റെ വേര് ഏതാണ്? നാരുവേര് പടലമാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, തെങ്ങോല നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നേരെ ഇങ്ങ് വലിച്ചു കീറി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തെങ്ങോലയുടെ പ്രത്യേകത എന്താ? അത് സമാന്തര സ്ഥിരാവിന്യാസത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത് ഏതാണ്? സമാന്തരമാണ്. ഓക്കെ, അപ്പൊ തെങ്ങിന്റെ വേരുപടലം എന്ന് പറയുന്നത് നാരുവേരും സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത് സമാന്തരമാണ്. അത് ഓർത്തിരിക്കണം. അടുത്ത നമ്മുടെ മാവ്. മാവിന്റെ ആണെങ്കിലോ ഒരു തായ്വേരുണ്ട്. അല്ല, നമ്മുടെ നാരുവേര് പോലത്തേതല്ലല്ലോ നമ്മുടെ മാവിന്റെ വേരുകൾ എന്ന് പറയുന്നത്. തായ്വേര് പോലത്തെ അതല്ലേ? തായ്വേര് മെയിൻ ആയിട്ടൊരു വേരുണ്ട്, അതിൽ നിന്ന് ശാഖകൾ പോകുന്നതാണ് ഏത്? തായ്വേര് പടലം. അപ്പൊ മാവിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ വേരുപടലം എന്ന് പറയുന്നത്? തായ്വേരാണ്. ഏത് സ്ഥിരാവിന്യാസം? ജാലിക സ്ഥിരാവിന്യാസം. കാരണം മാവില് നമുക്കറിയാം അത് കീറിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. കാരണം അതിൽ മെയിൻ ആയിട്ടൊരു വെയിനുണ്ട്, സൈഡിൽ കൂടെ ഒരു ശാഖകൾ പോകുന്നുണ്ട്. അത് വലക്കണ്ണികൾ പോലെ നമ്മുടെ മാവിലെയും പ്ലാവിന്റെ ഇലയൊക്കെ ഇരിക്കുന്നത്. അത് ഒറ്റയടിക്ക് അതിനെ കീറിയെടുക്കാൻ ഇച്ചിരി പാടാണ്, പൊട്ടിപ്പോവും. അപ്പം മാവില വരുന്ന ഏത് സ്ഥിരാവിന്യാസത്തിന്റെ അകത്താണ്? ജാലിക സ്ഥിരാവിന്യാസം. അപ്പൊ മാവ് തായ്വേര് പടലവും ജാലിക സ്ഥിരാവിന്യാസമാണ്. തെങ്ങിന്റെ ആണെങ്കിലോ നാരുവേര് പടലവും സമാന്തര സ്ഥിരാവിന്യാസമാണ്. ഈ രണ്ട് എക്സാമ്പിളും കൂടെ ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങൾ ആ കൂടെ തന്നെ ഒന്ന് എഴുതി പോയാൽ മതി. ഇനി പ്ലാവിന്റെ ആണെങ്കിലോ, നമ്മുടെ പ്ലാവിന്റെ ആണെങ്കിലും ഓർത്തുവെങ്കിൽ അത് ഏത് വേരുപടലമായിരിക്കും വരുന്നത്? നാരുവേര് പടലമാണോ വരിക, തായ്വേര് പടലമാണോ? നമ്മുടെ പ്ലാവ് വരുന്നതും ഏതിൻ്റെ അകത്താണ്? തായ് വേര് പടലത്തിനകത്താണ് നമ്മുടെ വേരുപടലം പ്ലാവിന്റെ വരുന്നത്. തായ് വേര് പടലമാണ് നമ്മുടെ പ്ലാവിൻ്റെത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ഥിരാവിന്യാസം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഏതാ നമ്മുടെ പ്ലാവിന്റെ സ്ഥിരാവിന്യാസം വരുന്നത്? ജാലിക സ്ഥിരാവിന്യാസമാണ് പ്ലാവിനും വരുന്നത്. അപ്പൊ മാവിനും പ്ലാവിനും എല്ലാം ഒരുപോലെയാണ്. തായ് വേര് പടലമാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ഥിരാവിന്യാസം ജാലിക സ്ഥിരാവിന്യാസം. ഇനി നമ്മുടെ മുളയെടുത്താലോ? മുളയെടുത്താൽ എന്ത് വരും? മുളയുടെ നമ്മൾ ഓൾറെഡി ഫോട്ടോസ് ഇത് നമ്മൾ കണ്ട കാര്യമാണ്. മുളയുടെ വേരുപടലം ഏത് വരും? നാരുവേര് പടലമാണ് മുളയുടെ വരുന്നത്. മുള നാരുവേര് പടലം. അപ്പൊ ഇലയിലെ സ്ഥിരാവിന്യാസം ഏത് വരും? സമാന്തര സ്ഥിരാവിന്യാസം വരും നമ്മുടെ മുളയ്ക്ക്. ഈ ഒരു ബോക്സിന്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ തെങ്ങിന്റെയും മുളയുടെയും ഒരുപോലെയാണ്. അതായത് തെങ്ങിനും മുളയുടേതും നാരുവേര് പടലമാണ്, അതുപോലെ തന്നെ സമാന്തര സ്ഥിരാവിന്യാസമാണ്. ഇനി മാവിന്റെയും പ്ലാവിന്റെയും ആണെങ്കിലോ തായ് വേര് പടലമാണ്, ജാലിക സ്ഥിരാവിന്യാസമാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നി. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ, ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം, അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നോക്കിക്കേ, പ്ലാവിന്റെയും മാവിന്റെയും തായ് വേര് പടലവും ജാലിക സ്ഥിരാവിന്യാസവും. ഇനി മുളയും തെങ്ങും ആണെങ്കിലോ നാരുവേര് പടലവും സമാന്തര സ്ഥിരാവിന്യാസവും. അതാണ് ഇവിടെ തന്നത്. ജസ്റ്റ് ഞാനത് രണ്ട് എക്സാമ്പിൾ, അതായത് പ്ലാവിന്റെയും മുളയുടെയും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ തെങ്ങും മാവും തന്നിട്ടുണ്ട്, ബാക്കി രണ്ട് എക്സാമ്പിളൂടെയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ പോവുക. തെങ്ങും മുളയും നാരുവേര് പടലത്തിൽ പെടുന്നു. അപ്പൊ അതിന്റെ സ്ഥിരാവിന്യാസം ഏത് വന്നു? സമാന്തര സ്ഥിരാവിന്യാസം വന്നു. ഇനി മാവും പ്ലാവും ആണെങ്കിൽ തായ്വേര് പടലത്തിൽ വന്നു. അപ്പൊ അതിന്റെ സ്ഥിരാവിന്യാസോ ജാലിക സ്ഥിരാവിന്യാസം. ഇവിടെ താഴെ നോക്കിക്കേ, പട്ടിക പരിശോധിച്ച് സസ്യങ്ങളിലെ വേരുപടലം, സ്ഥിരാവിന്യാസം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി എഴുതൂ. അപ്പൊ എന്തോ ബന്ധം ഉണ്ടല്ലോ ഈ വേരുപടലവും സ്ഥിരാവിന്യാസവും തമ്മിൽ. ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ എഴുതിയപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. കാരണം നോക്കിക്കേ, തായ്വേര്, അതായത് ഇവിടെ ഇപ്പൊ ഈ രണ്ടെണ്ണല്ലേ ഉള്ളൂ, ഈ രണ്ടു പേരിൽ വെച്ച് നമുക്ക് നോക്കാം. നോക്കിക്കേ, തായ്വേര് വന്നിരിക്കുന്ന ഇതിൽ ആർക്കാ? നമ്മുടെ മാവിനുണ്ട്. മാവിന്റെ തായ്വേരാണ്. പിന്നെ നമ്മൾ എഴുതിയ പ്ലാവിന്റേതും തായ്വേരാണ്. അപ്പൊ അതിന്റെ സ്ഥിരാവിന്യാസം ഏതാ വന്നത്? ജാലിക സ്ഥിരാവിന്യാസം. അതായത് മാവിന്റേത് തായ്വേരാണ്, തായ്വേരായിരുന്നപ്പം അതിന്റെ സ്ഥിരാവിന്യാസം ഏതാണ്? ജാലിക സ്ഥിരാവിന്യാസം. പ്ലാവിന്റേതും തായ്വേര് പടലമാണ്,
അപ്പൊ സിരാവിന്യാസം ഏതാണ് വന്നത്? ജാലിക സിരാവിന്യാസം. നമ്മൾ പറഞ്ഞായിരുന്നു തായ് വേര് പടലത്തിന് മെയിൻ ആയിട്ടൊരു തായ് വേരുണ്ട്, അതിൽ നിന്നാണ് ശാഖയുടെ പോയി. അതുപോലെ തന്നെ ജാലിക സിരാവിന്യാസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? മെയിൻ ആയിട്ട് ഒരു സിര പോയിട്ടുണ്ട്, അതിൽ നിന്ന് ശാഖകൾ പോലെ അടുത്ത സിരകൾ പോയിട്ടുണ്ട്, പിന്നെ അത് വലക്കണ്ണികള് ആയിട്ട് ചേർന്നിരിക്കുന്നതാണ് ഏത്? ജാലിക സിരാവിന്യാസം. അപ്പൊ തായ് വേര് പടലത്തിന്റെ ഇലകളിലെ സിരാവിന്യാസം ഏതാണ്? ജാലിക സിരാവിന്യാസമാണ്. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കോഡ് പോലെ ഉണ്ടാക്കിയതാണ്. ഏത്? താജ് ഹോട്ടൽ നമ്മൾ പറയില്ലേ, താജ് ഹോട്ടൽ. അത് താജ് എന്ന് തന്നെ ഓർത്തിരിക്കുക. അതായത് തായ് വേര് പടലം, തായ് വേര് പടലത്തിന്റെ സിരാവിന്യാസം ഏതായിരിക്കും? ജാലിക സിരാവിന്യാസം. അപ്പൊ അതാണ് അതിന്റെ കോഡ്. താജ് ഹോട്ടലിലെ. അപ്പൊ താജ് എന്ന് പറഞ്ഞാല് തായ് വേര് പടലത്തിന് എപ്പോഴും ഇലകളിലെ സിരാവിന്യാസം ഏതാണ്? ജാലിക സിരാവിന്യാസം. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഏത്? മാവും പ്ലവും പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേറെ ഏറെ ഉള്ളേ? നാരുവേര് പടലമുണ്ട്, സമാന്തര സിരാവിന്യാസം ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു തെങ്ങിന്റെ ഇലയും മുളയുടെ ഇലയൊക്കെ നമുക്ക് ഒറ്റയടിക്കും കീറിയെടുക്കാം. അപ്പൊ അതിന്റെ വെയിൻസ് എല്ലാം കിടക്കുന്ന എങ്ങനെയാണ്? സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നാരുവേര് പടലം എങ്ങനെയാ? നേരെ നേരെ താഴോട്ട് ഒരേ വണ്ണത്തിലും ഒരേ വലുപ്പത്തിലും ഒക്കെ അല്ലേ പോയിരിക്കുന്നത് ആ സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന്. അപ്പൊ അത് രണ്ടും ഒരുമിച്ചായിരിക്കും. അതായത് നാരുവേര് പടലം ഉള്ള സസ്യങ്ങളുടെ ഇലകൾ എങ്ങനെയായിരിക്കും? സമാന്തര സിരാവിന്യാസമായിരിക്കും. അപ്പൊ അത് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ അമേരിക്കയുടെ നമ്മുടെ സ്പേസ് റിസർച്ച് ഉണ്ടല്ലോ, നാസ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി, നാസ. അത് NASA ഒന്നും എഴുതുന്നില്ല, ഞാൻ നാസ എന്ന് എഴുതുന്നുള്ളൂ. അതായത് നാരുവേര് പടലം ഉള്ളതിന്റെ ഇലകളുടെ സിരാവിന്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? സമാന്തര സിരാവിന്യാസം. താജ് ആണെങ്കിലോ തായ് വേര് പടലത്തിന്റെ ജാലിക സിരാവിന്യാസം. അപ്പൊ അത് രണ്ടും മാറിപ്പോവാതെ എക്സാമ്പിൾസ് വെച്ച് തന്നെ ഓർത്തിരിക്കാം. നാരുവേര് പടലത്തിന്റെ എക്സാമ്പിൾ ആണ് ഏത്? മുളയും നമ്മുടെ തെങ്ങും കവുങ്ങും ഒക്കെ. അപ്പൊ അതിന്റെ എല്ലാ ഇലകളുടെ പ്രത്യേകത എന്താ? സമാന്തരമായിരിക്കും, സമാന്തര സിരാവിന്യാസമായിരിക്കും. ഇനി തായ് വേര് പടലം, അതായത് നമ്മുടെ മാവ് പ്ലാവിന്റെ ഒക്കെ ഇലകളുടെ പ്രത്യേകത, ഇലകളിലെ സിരാവിന്യാസം എങ്ങനെയാണ്? ജാലിക സിരാവിന്യാസം. അതിന് ജസ്റ്റ് കോഡും കൂടെ ഓർത്തിരിക്കുക. ഒന്ന് താജും രണ്ടാമത്തേത് നാസയും. താജ് ആണെങ്കിൽ തായ് വേര് പടലം ജാലിക സിരാവിന്യാസം. നാസ ആണെങ്കിൽ നാരുവേര് പടലവും സമാന്തര സിരാവിന്യാസവും. അപ്പൊ അത് മാറിപ്പോകാതെ അതിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രത്യേകതകളും ഓർത്ത് തന്നെ നോക്കുക. ഇനി നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ, ഞാൻ ഇല എടുത്തുകൊണ്ട് വരാൻ മറന്നുമില്ല, ഞാൻ ഇല എടുത്ത് കാണിക്കായിരുന്നു. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ഇലകൾ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ഓൾറെഡി. ജസ്റ്റ് ഇനിയും നമ്മുടെ പരിസര പഠനം ആയതുകൊണ്ട് പരിസരത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ഇലയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പം തായ് വേര് പടലം ഉള്ളതിന്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് ജാലിക സിരാവിന്യാസവും, അതാണ് നമ്മൾ താജ് ഹോട്ടൽ എന്ന് പറഞ്ഞേ. ഇനി നാരുവേര് പടലം ഉള്ളതിന്റെ ആണെങ്കിൽ സമാന്തര സിരാവിന്യാസമായിരിക്കും, അതാണ് നമ്മൾ നാസ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ ജസ്റ്റ് രണ്ടും തമ്മിലുള്ള ബന്ധവും അതിന്റെ പ്രത്യേകതകളും എക്സാമ്പിൾസും കണ്ടു. അങ്ങനെയാണ് നമ്മൾ 3ാം ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് ഹരിതഭൂമിക്കകത്ത് ഞാൻ ആ വിത്ത് മുളയ്ക്കുന്നതിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു സസ്യം മുളച്ചു വരുന്നത് എങ്ങനെയാ, ജസ്റ്റ് ഞാൻ ഫോട്ടോസ് ഒക്കെ കാണിച്ചായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എന്ത്? വേരിന് മൂലം എന്നാണ് പറയുന്നത്, പിന്നെ കാണ്ഡം അല്ലെങ്കിൽ തണ്ടിന് കാണ്ഡം എന്നാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ശീർഷം എന്നാണ് പറയുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് പേരുകൾ മാത്രം കണ്ടുപോയായിരുന്നു. അപ്പൊ ആ വിത്ത് മുളയ്ക്കുന്ന ഘട്ടങ്ങളും എന്താണ് ആദ്യം പുറത്തേക്ക് മുളച്ചു വരുന്നത് എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഓരോ ഘട്ടമായിട്ട് നോക്കിക്കേ. നമ്മുടെ നെന്മണി ഒരു ആത്മകഥ പറയുന്നുണ്ട്. ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ കതിർക്കുലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരെ ചാഴി എന്ന ജീവിയാഹാരമാക്കി. ശേഷിച്ചവർ കരുത്തോടെ വളർന്ന പാകമായി സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുവന്നു നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. അവിടെ നിന്നുമാണ് ഞാൻ അരുണിന്റെ വീട്ടിലെത്തിയത്. ഞങ്ങളെ ഉണക്കാനിട്ട പായയിൽ നിന്ന് ഞാൻ തെറിച്ച് മുറ്റത്തിന്റെ മൂലയിൽ വീണു. വേനൽ മഴ കിട്ടിയതോടെ എന്നിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ നെന്മണി പറയാണ്, ഞാനിവിടെ നല്ല ഉല്ലാസത്തോടെ അമ്മമാരുടെ കൂടെ ജീവിച്ചിരുന്നതാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഞങ്ങളെ എന്ത് ചെയ്തു? നമ്മുടെ കൃഷിക്കാരൊക്കെ വന്നിട്ട് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. അങ്ങനെ ഞാൻ അരുണിന്റെ വീട്ടിൽ നിന്ന് വന്നു. അവിടെ ഞാൻ തെറിച്ച് മുറ്റത്തിന്റെ മൂലയിലേക്ക് വീണുപോയി. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയി. കുറച്ചു നാൾ കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്നിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം
എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായി കാണുന്നത്. അപ്പൊ ഇവിടെ നെൽവിത്തിന്റെ ഘട്ടങ്ങൾ നോക്കിക്കേ. നെല്ലായി മാറുന്നതിന്റെ, ആ ചെടി വളരുന്നതിന്റെ ഘട്ടങ്ങളാണ് ഒന്നാമത് തന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മുടെ പരീക്ഷണമാണ് ഏത്? പയർ വിത്ത് മുളയ്ക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ. നോക്കിക്കേ, മുളച്ചു വരുന്ന നെൽവിത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ആദ്യം ഒരു കുഞ്ഞു നെന്മണി പോലെ ഉണ്ട്, പിന്നെ അതിൽ നിന്ന് വേര് വന്നു, നിങ്ങൾക്ക് കാണാലോ അല്ലെ? വേര് വന്നു, പിന്നെ അത് മേളിലേക്ക് ഒരു ഭാഗം പോയിട്ടുണ്ട്, പിന്നെ അതിൽ നിന്ന് കുറെ ഇലകളൊക്കെ വന്ന് നമ്മുടെ നെല്ല് ചെടിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി അടുത്താണെങ്കിലോ നമ്മുടെ പയറിന്റെ വിത്ത്, അതിൽ നിന്ന് ആദ്യം എന്തോ ഒരു സാധനം പുറത്തേക്കൊക്കെ വരുന്നുണ്ട്, പയ്യെ എത്തിയൊക്കെ നോക്കി വരുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് മേളിലേക്ക് ഒരു സാധനം പോയിട്ടുണ്ട്, പിന്നെ വേരൊക്കെ വന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു ചെടിയായി തുടങ്ങുന്നതിന്റെ ഒരു ഫോട്ടോയും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നോക്കിക്കേ. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? നമ്മൾ ആ 3ാം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? പെട്ടെന്ന് ചോദിക്കുമ്പോൾ പിള്ളേരാണല്ലോ, നമ്മളാണല്ലോ എന്താ പറയാ, ആദ്യം പുറത്തു വരുന്നത് വേരാണ് അല്ലെ? മുളയ്ക്കുന്ന സസ്യത്തിന്റെ, അതായത് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്ന് പറഞ്ഞ ഏതാണ്? വേരാണ്. വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്ന ഭാഗം എന്തായി തീരുന്നു? നോക്കിക്കേ, നമ്മുടെ ആദ്യം പുറത്തു വരുന്ന നമ്മൾ എന്താന്നാ പറഞ്ഞേ? വേരാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേര് എന്തായി തീരുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ വേര് ബീജമൂലം, അതായത് വേരെന്തായി തീരുന്നു? ബീജമൂലമായി തീരുന്നു. അപ്പൊ നമ്മുടെ വിത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന നമ്മുടെ വേരാണ്. വേരിന് പറയുന്ന പേരാണ് എന്ത്? ബീജമൂലം. വേര് ബീജമൂലം. അത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒരു വരയിട്ടിട്ട് വേര് സമമല്ലല്ലോ, ജസ്റ്റ് ഒരു വരയിട്ടിട്ട് ബീജമൂലം എന്ന് എഴുതുക. അപ്പം നമ്മുടെ മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് വേരാണ്. വേരിനെ പറയുന്നത് എന്ത്? ബീജമൂലം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, വേര് മുളച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം എന്താ? മേളിലേക്ക് പോകുന്നുണ്ട്. അതെ, ഇവിടെ ഒരു കുഞ്ഞിതായിട്ട് മേളിലേക്ക് പോകുന്നുണ്ട്, കണ്ടോ? ഇവിടെ നമ്മുടെ പയർ വിത്തിന്റെ ആണെങ്കിൽ നമ്മുടെ വേര് ബീജമൂലം വളർന്നത് എന്തായി തീരുന്നുണ്ട്? നമ്മുടെ വേരായിട്ട് തീരുന്നുണ്ട്. അതുപോലെ തന്നെ മേളിലേക്ക് പോകുന്ന ഇതിന് നമ്മൾ എന്താ പറയാ? കാണ്ഡം, തണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ബീജശീർഷം. അപ്പൊ ബീജശീർഷം നമ്മൾ എന്തിനാ പറയുന്നേ? തണ്ടിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കാണ്ഡത്തിന് പറയുന്ന പേരാണ് എന്ത്? ബീജശീർഷം എന്നുള്ളത്. അപ്പൊ ബീജമൂലം വേരായി തീരുന്നു. അപ്പൊ ബീജശീർഷം എന്നതാ? തണ്ട് അല്ലെങ്കിൽ കാണ്ഡം എന്ന് പറയുന്നതാണ് എന്ത്? ബീജശീർഷം. അങ്ങനെയാണ് നോക്കിക്കേ. ആദ്യം പുറത്തു വന്ന ഭാഗമല്ലേ വളർന്ന് വേരായി മാറിയത് അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന നമ്മുടെ വേരാന്ന് പറഞ്ഞായിരുന്നു. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ ബീജമൂലം എന്ന് പറയുന്നു. അപ്പൊ വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ നമ്മൾ എന്താ പറയുന്നത്? ബീജമൂലം എന്ന് പറയുന്നു. ആ ബീജമൂലമാണ് എന്ത്? വേരായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യം എന്താ, അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതായത് പയർവിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന എന്താ? ബീജമൂലമാണോ, ബീജശീർഷമാണോ, ബീജപത്രമാണോ? അത് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് ബീജമൂലമാണ്. അത് എന്തായിട്ട് മാറുന്നുണ്ട്? വേരായിട്ടാണ് മാറുന്നത്. അപ്പൊ ആദ്യം പുറത്തേക്ക് വരുന്നത് വേരാണ്. ഇനി നോക്കിക്കേ, ബീജമൂലത്തിന് ശേഷം മുളച്ചു വന്ന ഭാഗം ചെടിയുടെ കാണ്ഡമായി മാറുന്നു. നമ്മളിപ്പൊ തന്നെ പറഞ്ഞായിരുന്നു, ബീജമൂലം ബീജമൂലത്തിന് ശേഷം മുളച്ചു വന്ന ഭാഗം എന്തായിട്ട് മാറുന്നു? ചെടിയുടെ കാണ്ഡമായി മാറുന്നു. അതായത് ഈ തണ്ടായിട്ട് മാറുന്നുണ്ട്. അതിന് പറയുന്ന പേരെന്തായിരുന്നു? അതാണ് നമ്മുടെ ബീജശീർഷം. ബീജശീർഷമാണ് നമ്മുടെ മുകളിലേക്കുള്ള ഭാഗം. താഴോട്ടുള്ളതാണെങ്കിൽ ബീജമൂലം, അത് വേര്. ഇനി ചെടിയുടെ കാണ്ഡമായി അല്ലെങ്കിൽ തണ്ടായിട്ട് മാറുന്നതാണ് എന്ത്? ബീജശീർഷം. അപ്പൊ കാണ്ഡമായി വളരുന്നത് ബീജശീർഷമാണ്. അത് രണ്ടും മാറിപ്പോകാതെ ഓർത്തിരിക്കുക. വേരായിട്ട് മാറുന്നത് ബീജമൂലവും, കാണ്ഡമായി മാറുന്നത് എന്താണ്? ബീജശീർഷവും. അടുത്ത നോക്കിയേ, ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നായിരിക്കും കിട്ടിയത്? നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു സസ്യത്തിന്റെ അടുക്കള എന്നും, അതും നമ്മൾ പ്രത്യേകം പറഞ്ഞാണ്. ഒരു സസ്യത്തിന്റെ അടുക്കള എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇലകളായിരുന്നു. പക്ഷെ ഇവിടെ ഇലകളൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മൾ ആ കണ്ട എന്താ, വിത്തിൽ നിന്ന് മുളച്ചു വന്നതിന്റെ ഇലകൾ വല്ലതും കണ്ടായിരുന്നോ? ഇല്ല. ജസ്റ്റ് വേരുകളും കണ്ടു. പിന്നെ ഒരു എന്താ, ഈ ഫോട്ടോയ്ക്കകത്ത് ഒരു വേരുകളും കണ്ടായിരുന്നു. പിന്നെ മേളിലേക്ക് പോയ നമ്മുടെ ബീജശീർഷവും കണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു മുട്ട പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടു. നോക്കിക്കേ അല്ലെ, ഇവിടെ ഒരു പാത്രം പോലെ ഒരു ഇത്, അതിന് പറയുന്നതാണ് എന്ത്? ബീജപത്രങ്ങൾ. അതായത്
മുളയ്ക്കുന്ന പയർ വിത്തിന്റെ ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് എന്ത്? ബീജപത്രങ്ങൾ. ഏകദേശം ആ മുളച്ചു വന്ന് നമ്മുടെ വേരായി, പിന്നെ തണ്ടായി, ആ തണ്ടയിലോട്ട് കൂട്ടി ഒരു ഏകദേശം ഒരു കട്ടിയുള്ള രീതിയിൽ ഇലകൾ പോലെ, പക്ഷെ ഇല ആയിട്ടില്ല, ഇലകൾ പോലെ ഒരു എന്താ ചെറിയൊരു പാത്രം പോലെ പറയും. പക്ഷെ നമ്മള് ബീജപത്രം എന്നാ പറയുന്നത്. ചെറിയൊരു കുഞ്ഞു കുഞ്ഞു മുട്ട പോലെയൊക്കെ ഇരിക്കുന്നത്, അതാണ് ബീജപത്രങ്ങൾ. ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം ആ ഒരു സമയത്ത്, അതായത് ഇലകൾ വരുന്നതിന് മുൻപ് സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബീജപത്രങ്ങളിലാണ്. അപ്പൊ ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായിട്ടുള്ള ആഹാരം ആ ഒരു സമയത്ത് ലഭിക്കുന്ന എവിടെ നിന്നാ? ബീജപത്രങ്ങളിൽ നിന്ന്. നോക്കിക്കേ, ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വലുപ്പം കുറയുന്നത് ശ്രദ്ധിച്ചല്ലോ. ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണം. അതായത് ചെടി വളരുന്നതിനനുസരിച്ച് ഈ ബീജപത്രം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ? ആ ചെടി ബീജമൂലം ബീജശിക്ഷ ആഹാരം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു ബീജപത്രത്തിൽ നിന്ന്. അപ്പൊ അതിനനുസരിച്ച് ഈ ബീജപത്രം ചെറുതായിക്കൊണ്ടിരിക്കും. ഈ ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് എപ്പോഴാ? നമ്മുടെ ഇലകളല്ലേ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഇലകൾ വരുന്നിടം വരെ ബീജപത്രത്തിലെ ആഹാരമാണ് നമ്മുടെ വേരിനും നമ്മുടെ കാണ്ഡത്തിനും ഒക്കെ വളരാൻ ആവശ്യമായിട്ടുള്ളത് ബീജപത്രത്തിൽ നിന്നാണ്. ഇലകൾ മുളച്ചു വരുന്നിടം വരെ. ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാ? നമ്മുടെ ഇലകളിലാണ്. പക്ഷെ ഇലകൾ ഉണ്ടാകുന്നത് വരെ ഇതിനാവശ്യമായിട്ടുള്ള ആഹാരം എവിടെ നിന്ന് ലഭിക്കുന്നു? ബീജപത്രത്തിൽ നിന്ന്. അപ്പൊ ഇനി മാറിപ്പോവാൻ നോക്കുക. എല്ലാത്തിനും ആദ്യം തന്നെ ബീജ എല്ലാം ഉണ്ട്. ബീജമൂലം, ബീജപത്രം, ബീജശീർഷം. ബീജമൂലം എന്താണ്? വേരായിട്ട് മാറുന്നത്. അതായത് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം നമ്മുടെ പുറത്തേക്ക് വരുന്ന വേരാണ്, അതാണ് നമ്മുടെ ബീജമൂലം. പിന്നെ മേളിലേക്ക് നമ്മുടെ കാണ്ഡമായിട്ട് അല്ലെങ്കിൽ തണ്ടായിട്ട് പോകുന്നതാണ് എന്ത്? ബീജശീർഷം. ഈ ബീജമൂലത്തിനും ബീജശീർഷത്തിനും ആവശ്യമായിട്ടുള്ള ആഹാരം, നമ്മുടെ ഇലകളാകുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകുന്നത് എവിടെ നിന്നാണ്? ബീജപത്രങ്ങളിൽ നിന്ന്. അങ്ങനെയാണ് നോക്കിക്കേ. ചില സസ്യങ്ങൾ, അതായത് പയർമണിയുടേതുപോലെ 2 ബീജപത്രങ്ങൾ നെന്മണിയിൽ കാണുന്നുണ്ടോ? നമ്മുടെ പയറിൻ്റെത് പോലെ തന്നെ 2 ബീജപത്രങ്ങൾ നെന്മണിയിലും ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പയറുമണിക്ക് 2 ബീജപത്രം ഉണ്ട്, പക്ഷെ നെന്മണിക്ക് ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങള് ഏകബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ എന്താ അറിയപ്പെടുന്നത്? ഏകബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളോ? ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു ബീജപത്രം മാത്രം ഉള്ളെങ്കിൽ നമ്മൾ കണ്ടായിരുന്നു, ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചെടിയിൽ കണ്ടോ 2 എണ്ണം ഉണ്ട്. അപ്പൊ പയറുമണി നമ്മൾ പറഞ്ഞു, പയറുമണിക്ക് എന്താണ്? 2 ബീജപത്രം. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ബീജപത്രം എന്ന് പറയുന്നത്. ഇവിടെ ഈ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം ലഭിക്കുന്ന ബീജപത്രത്തിൽ നിന്നാണ്. അപ്പൊ 2 ബീജപത്രങ്ങൾ ഉള്ളതിന് നമ്മൾ പറയും ദ്വിബീജപത്രം എന്ന് പറയും. ഒരെണ്ണം മാത്രം ഉള്ളെങ്കിൽ എന്ത് പറയും? ഏകബീജപത്രം എന്ന് പറയും. അപ്പൊ ഇപ്പൊ തന്നെ ദ്വിബീജപത്രത്തിന് ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ? ഏതായിരുന്നു ദ്വിബീജപത്രത്തിന് ഒരു എക്സാമ്പിൾ? ഇപ്പൊ പറഞ്ഞത് നമ്മള് പയറ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദ്വിബീജപത്രം ആട്ടോ ഇപ്പൊ പറയുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് വേറെ വരുന്നതാണ് നമ്മുടെ പയർ. അതെ, പിന്നെ നമ്മുടെ കശുവണ്ടി ഇല്ലേ, കശുവണ്ടി അതെ. ഞാൻ ജസ്റ്റ് എന്റെ മണ്ടേ കൂടെ തന്നെ ആട്ടോ എഴുതി പോകുന്നത്, നിങ്ങൾ നോട്ട് താഴോട്ടാട്ടോ എഴുതി പോവാം. ദ്വിബീജപത്രത്തിന് എക്സാമ്പിൾസ് പയറ്, കശുവണ്ടി, പിന്നെ നമ്മുടെ നിലക്കടല, പിന്നെ നമ്മുടെ വാളംപുളി. ഇതൊക്കെ നമ്മുടെ ദ്വിബീജപത്രത്തിന് എക്സാമ്പിൾ ആണ്. വാളംപുളി ഉദാഹരണങ്ങളാണ് നമ്മുടെ ദ്വിബീജപത്രത്തിന്റെ. അതായത് കശുവണ്ടി അതെ, പയർ അതെ, നിലക്കടല, വാളംപുളി. ഇപ്പൊ ഈ 4 എക്സാമ്പിൾ ഇതിന്റെ അകത്ത് പെടുന്നതാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. അതായത് 2 ബീജപത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. അതിന്റെ ഉദാഹരണങ്ങളാണ് പയറ്, നിലക്കടല, വാളംപുളി, പിന്നെ ഏതാ? കശുവണ്ടി. ഈ 4 നമ്മുടെ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങളോ? അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കും? ഏകബീജപത്ര സസ്യങ്ങളുടെ ഉദാഹരണങ്ങള് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞായിരുന്നു. ഏതാ? നമ്മുടെ നെന്മണി, നമ്മുടെ നെല്ല് ഏതിന്റെയാണ്? ഏകബീജപത്ര സസ്യത്തിന്റെ ഉദാഹരണം. ഞാനിപ്പോ ഏകബീജപത്രം ആട്ടോ പറയുന്നത്. നെന്മണി ഏതിന്റെ ഉദാഹരണമാണ്?
ഏകബീജപത്ര സസ്യത്തിന്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോളം, അതെ, ചോളവും ഏകബീജപത്ര സസ്യത്തിന്റെ ഉദാഹരണങ്ങൾ പെടുന്നതാണ്. നെന്മണി, ചോളം, പിന്നെ നമ്മുടെ ഗോതമ്പ്, പിന്നെ ഏതാ, മുള, പിന്നെ നമ്മുടെ തെങ്ങ്. അതായത് നെന്മണി, ചോളം, ഗോതമ്പ്, തെങ്ങ്, മുള, ഇതൊക്കെ ഏതിൻ്റെ അകത്ത് പെടും? ഏകബീജപത്ര സസ്യങ്ങളുടെ അകത്ത് പെടുന്നതാണ് നമ്മുടെ തെങ്ങ്, മുള, ചോളം, നെന്മണി, ഗോതമ്പ് എന്നിവ. ഇനി ദ്വിബീജപത്ര സസ്യങ്ങളുടെ ആണെങ്കിലോ നിലക്കടല, പയറ്, പിന്നെ നമ്മുടെ കശുവണ്ടി, വാളംപുളി എല്ലാം ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടി നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ, ടീച്ചറെ സ്പീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഏകബീജപത്രം, അതായത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്രം. അതിന്റെയാണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. നെന്മണി, ചോളം, ഗോതമ്പ്, തെങ്ങ്, മുള, ഇതാണ് ഏകബീജ സസ്യങ്ങളുടെ, അതായത് ഏകബീജപത്ര സസ്യങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. ഇനി ദ്വിബീജപത്ര സസ്യങ്ങളാണെങ്കിൽ 2 ബീജപത്രങ്ങൾ ആളുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ കശുവണ്ടി, നിലക്കടല, വാളംപുളി, പിന്നെ നമ്മുടെ പയർ, ഇതെല്ലാം ദ്വിബീജപത്ര സസ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഏകബീജപത്രവും ദ്വിബീജപത്രവും സസ്യങ്ങളും കണ്ടു. ഈ ചാപ്റ്റർ ഇതോടുകൂടെ തീരുവാ കേട്ടോ. അതായത് നോക്കിക്കേ, ഏകബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ്. അതായത് ഏകബീജപത്രമുള്ള സസ്യങ്ങളുടെ കാണ്ഡത്തിന്, അതായത് തണ്ടിന് കാണ്ഡത്തിന്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും. അതായത് ഏകബീജപത്രം മാത്രമുള്ളതാണെങ്കിൽ അതിന്റെ തണ്ടിന്റെ പുറം ഭാഗത്തിനായിരിക്കും കട്ടി. പക്ഷെ ദ്വിബീജപത്രം ഉള്ള സസ്യങ്ങളുടെ ആണെങ്കിൽ അതിന്റെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തായിരിക്കും കട്ടി കൂടുതൽ. അത് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത്, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റിന്റെ PDF ഇട്ടോളാം, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളിലെ വേരുപടലം അല്ലെങ്കിൽ സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണമൊക്കെ പട്ടികയായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വലിയ കാര്യമുള്ളതല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, നെല്ല്, പയറ്, നിലക്കടല, ഗോതമ്പ്, തിന, ചോളം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ 2 എണ്ണം, അതായത് ഏകബീജപത്രവും ദ്വിബീജപത്രങ്ങളുടെ എക്സാമ്പിൾസിന്റെ അകത്ത് പെടുന്നതാണ്. നെല്ല് ഏതിന്റെ അകത്ത് പെടുന്നതാണ്? ഏകബീജമാണ്. പയറോ, ഞാൻ ഇവിടെ 1, 2 എഴുതി വെക്കാവേ. നെല്ലാണെങ്കിൽ ഏത് വിഭാഗത്തിൽ പെടും? ഏകബീജപത്രം 1. ഇനി പയറാണെങ്കിലോ 2ന്റെ, അതായത് ദ്വിബീജപത്രം. നിലക്കടല ഏതിന്റെ അകത്തായിരുന്നു? ദ്വിബീജപത്രമാണ്. നമ്മുടെ ഗോതമ്പ് ഏത് വിഭാഗത്തിൽ പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞേ? ഏകബീജപത്രമാണ്. നമ്മുടെ തിന പെടുന്ന വിഭാഗം എന്ന് പറയുന്നതും ഏകബീജ പത്രത്തിലാണ്. അപ്പൊ ഏകബീജപത്രം എക്സാമ്പിൾസിന്റെ അകത്ത് തന്നെ ഏകബീജപത്ര സസ്യങ്ങളുടെ എക്സാമ്പിളിന്റെ അകത്ത് തിനയും കൂടെ എഴുതി വെക്കുക. തിന ഏകബീജപത്ര സസ്യങ്ങളുടെ അത് വിടുന്നതാണ്. നമ്മുടെ ചോളവും അതെ. അപ്പൊ ഇതൊക്കെയാണ് ഏകബീജപത്ര സസ്യങ്ങളുടെയും ദ്വിബീജപത്ര സസ്യങ്ങളുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ അകത്ത് നമ്മുടെ തായ് വേര് പടലവും നാര് വേര് പടലവും അതിന്റെ പ്രത്യേകതകളും പിന്നെ അതിന്റെ ഉദാഹരണങ്ങളും, അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആരൊക്കെ? ജാലിക സ്ഥിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. താജും നാസായും, അതായത് തായ് വേര് പടലത്തില് ജാലിക സ്ഥിരാവിന്യാസം ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ മാവ്, പ്ലാവ്, ഇതെല്ലാം. ഇനി നമ്മുടെ മുള, തെങ്ങ്, കവുങ്ങൊക്കെ ആണെങ്കിലോ നാര് വേര് പടലവും അതിന്റെ സമാന്തര സ്ഥിരാവിന്യാസവും ആയിരിക്കും. നാസ നമ്മൾ പറഞ്ഞേ. പിന്നെ നമ്മൾ പറഞ്ഞത് വിത്ത് മുളച്ചു വരുമ്പോ ആദ്യം പുറത്തു വരുന്ന എന്താണ്? വേര്. അതാണ് നമ്മുടെ ബീജമൂലം. ഇനി കാണ്ഡമായിട്ട് മുകളിലേക്ക് പോകുന്നതാണെങ്കിലോ നമ്മുടെ ബീജശീർഷം. ഇനി ഈ ബീജമൂലത്തിനും ബീജശീർഷത്തിനും നമ്മുടെ മുളച്ചു വരുന്നതിന് അല്ലെങ്കിൽ ഇല വരുന്നത് വരെ ആഹാരം നൽകുന്ന ആരാ? നമ്മുടെ ബീജപത്രങ്ങള്. ഇനി അതിൽ തന്നെ ബീജപത്രങ്ങൾ തന്നെ 1 എണ്ണം ഉള്ളതുകൊണ്ട് 2 എണ്ണം ഉള്ളതുകൊണ്ട് അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. ഇപ്പൊ നെല്ല്, ഗോതമ്പ്, ചോളം, തിന അതൊക്കെയാണെങ്കിൽ മുള, തെങ്ങൊക്കെ ഏതിൻ്റെ അകത്ത് വരും? ഏകബീജപത്രവും വരും. നമ്മുടെ നിലക്കടല, വാളംപുളി, പയറ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നേ? ദ്വിബീജപത്ര സസ്യങ്ങളുടെ അകത്ത് വരും. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് സസ്യങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഇനി ജസ്റ്റ് ഇതിന്റെ തുടർപ്രവർത്തനമായത് വിലയിരുത്താം എന്നുള്ള കാര്യങ്ങളുടെ നമ്മൾക്ക് നമ്മുടെ കേട്ടിട്ട് വരുന്ന ടൈപ്പിലുള്ള 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് അതുകൂടെ പറഞ്ഞു പോവാം കേട്ടോ.
എന്നിട്ട് ഞാൻ നിർത്താവേ, സമയമായെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ നിർത്താട്ടോ. നോക്കിക്കേ, കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറയുന്നത്. നമുക്ക് വട്ടം വരയ്ക്കാനല്ല, നമുക്ക് ബബിൾ ചെയ്യാനല്ലേ. ഇതിൽ പെടുന്ന ഏതാ പെടാത്തവ ഏതാന്നൊക്കെയാണ് നമ്മുടെയും ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ തെങ്ങിന്റെ വേര്, മുളയുടെ വേര്, മാവിന്റെ വേര്, കവുങ്ങിന്റെ വേര്. ഏതായിരിക്കും ഇതിന്റെ അകത്ത് കൂട്ടത്തിൽ പെടാത്തത്? തെങ്ങിന്റെ വേരാണോ, മുളയുടെ വേരാണോ, മാവിന്റെ വേരാണോ, കവുങ്ങിന്റെ വേരാണോ? ഏതായിരിക്കും ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? മാവാണോ? ആ, മാവിന്റെ വേരാണ്. കാരണം തെങ്ങ്, മുള, കവുങ്ങ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏത്? നാര് വേര് പടലമാണ്. അപ്പൊ മാവ് ഏതാ? തായ് വേര് പടലത്തിൽ പെടുന്നതാണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇതിൽ മാവാട്ടോ വരുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിട്ട് തന്നോളാം കേട്ടോ, നിങ്ങളത് എഴുതി പോണേ, ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്ത് നോക്കി, ബി, അരയാലിന്റെ ഇല, തേക്കിന്റെ ഇല, പ്ലാവിന്റെ ഇല, നെല്ലിന്റെ ഓല. ഇതിലേതായിരിക്കും ഓട് വണ്ണായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിലേതായിരിക്കും പെടാത്ത, കൂട്ടത്തിൽ പെടാത്ത വരുന്നത്? അരയാലിന്റെ ഇല, തേക്കിന്റെ ഇല, പ്ലാവിന്റെ ഇല, നെല്ലിന്റെ ഇല. അതിൽ ഒരു വ്യത്യാസം, അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. തേക്കിന്റെ ഇല നമുക്കറിയാം എന്താണ്, അതിലെ ജാലികാ ശിലാവിന്യാസം എന്ന രീതിയിലാണ് പോകുന്നത്. തേക്കിന്റെ ഇല നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ കീറിയെടുക്കാൻ പറ്റുന്നതല്ല, അതൊന്നും ഓർത്താൽ മതി. പിന്നെ ആ സിരകള്. ഇനി അരയാലിന്റെ ഇല, ആലിലയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതും ഏകദേശം ജാലികാ ശിലാവിന്യാസം പോകുന്നതിന്. പിന്നെ പ്ലാവില് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിന്റെ അകത്ത് വിടും, ജാലികാ ശിലാവിന്യാസത്തിൽ പെടും. പക്ഷെ നമ്മുടെ നെല്ലിന്റെ ഓല എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? സമാന്തര ശിലാവിന്യാസത്തിൽ പെടുന്നത്. അപ്പൊ ഇവിടെ നെല്ലിന്റെ ഓലയാണ് ഈ കൂട്ടത്തില് പെടാത്തത്. ഇനി അടുത്ത നമ്മുടെ ചോളം, ഗോതമ്പ്, കശുവണ്ടി, തിന. അത് നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ്റെ അകത്ത് വിടുന്ന ഏകബീജപത്രവും ദ്വിബീജപത്ര സസ്യങ്ങളുടെ അകത്ത് പെടുന്നതാണ്. ഇതിലേതായിരിക്കും ഓട് വണ്ണായിട്ട് വരുന്നത്? ചോളമാണോ, ഗോതമ്പാണോ, കശുവണ്ടിയാണോ, തിനയാണോ? അതിൽ 3 ഏതായിരുന്നു? അല്ലെന്നിട്ട് പറഞ്ഞോ? ഓക്കെ, ചോളം, ഗോതമ്പും തിനയും ഏകബീജപത്രത്തിൽ പെടും. നമ്മുടെ കശുവണ്ടി, ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ പറയുന്നത് കശുവണ്ടി ഇതിന്റെ അകത്ത് വിടും, ദ്വിബീജപത്രം. അത് ഞാൻ രണ്ടെന്നിട്ട് ദ്വിബീജപത്രത്തിൽ പെടും. അപ്പൊ ചോളം, ഗോതമ്പ്, തിന ഏകബീജപത്ര സസ്യവും, കശുവണ്ടി ഏതിന്റെ അകത്ത് പെടുന്നതാണ്? ദ്വിബീജപത്ര സസ്യം പെടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഇതില് ഓട് വൺ അല്ലെങ്കിൽ ഓട് വൺ ഒറ്റപ്പെട്ടത് ഏത്, അല്ലെങ്കിൽ ദ്വിബീജ പത്ര സസ്യങ്ങളിൽ പെടാത്തത്, അല്ലെങ്കിൽ തായ്വേര് പടലത്തിൽ പെടാത്തത്, അല്ലെങ്കിൽ ജാലികാ ശിലാവിന്യാസത്തിൽ പെടാത്തത്, അങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ പെടുന്നത് ഏത്? അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഓർക്കുക, അത് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഇനി അടുത്ത് യോജിക്കുന്ന വരച്ച് ചേർക്കുക. അതിനി ബീജമൂലം, ഏകബീജപത്രം, ബീജശീർഷം, ദ്വിബീജപത്രം. അപ്പുറത്ത് കിടക്കുന്ന മുള, വേര്, നിലക്കടല, കാണ്ഡം. ഇതാണ് ഓരോ നമുക്ക് നോക്കിയാലോ. ബീജമൂലം നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു എന്താ വിത്ത് മുളച്ചു വരുമ്പോ ആദ്യം പുറത്തോട്ട് വരുന്ന എന്നതായിരുന്നു? നമ്മുടെ വേര്. അപ്പൊ വേരിന് പറയുന്ന മറ്റൊരു പേരായിരുന്നു എന്ത്? നമ്മുടെ ബീജമൂലം എന്നുള്ളത്. അപ്പൊ ഈ ബീജമൂലം ഏതിന്റെ നേരെ വരുന്നതാ? വേരിന്റെ നേരെ വന്നു. അങ്ങനെയാണെങ്കിൽ ഏകബീജപത്രം, അതിനകത്ത് ഏതോ ഒരു സാധനത്തിന്, എക്സാമ്പിൾ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നതിൻ്റെ അകത്ത് ഏതോ ഒരെണ്ണം ഏകബീജപത്ര. മുളയാണോ, നിലക്കടലയാണോ, അതോ കാണ്ഡം എന്നുള്ളതാണോ? ഏതായിരിക്കും ഏകബീജപത്രം? എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഏകബീജപത്രം ഉള്ളത് മുള. മുള ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണപ്പെടുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ബീജശീർഷം. നമ്മൾ പറഞ്ഞു ബീജശീർഷം എന്തായി മാറുന്നു? ബീജശീർഷം എന്ന് പറയുന്നത് കാണ്ഡമായി മാറുന്നു. ഇനി അടുത്ത നമ്മുടെ ദ്വിബീജപത്രം. ദ്വിബീജപത്രത്തിന് എക്സാമ്പിൾ ഇനി മിച്ചമുള്ളത് ആരാ നമ്മുടെ അവിടെ കിടക്കുന്നത്? നിലക്കടല. നോക്കിക്കേ, എളുപ്പമല്ലേ? അപ്പൊ അത് ജസ്റ്റ് അത് കണക്ട് ചെയ്ത് പഠിക്കുക, എക്സാമ്പിൾസും പഠിക്കുക. എന്താണ് സംഭവം, അതായത് എന്താണ് ഏകബീജപത്രം അല്ലെങ്കിൽ ദ്വിബീജപത്രം, എന്താണ് തായ് വേര്, നാര് വേര്, എന്താണെന്ന് പഠിക്കുക. എന്താണ് അതിന്റെ ആ ഒരു കാര്യം എന്നുള്ളത്, എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നാര് വേരിന് മെയിൻ ആയിട്ട് വേരുണ്ടോ, ശാഖകളുണ്ടോ, അതൊന്നും കൺഫ്യൂഷൻ അടിക്കാതെ കൃത്യമായിട്ട് തന്നെ അത് ഓർത്തു പോവുക. തായ് വേര് ഒരു മെയിൻ ആയിട്ട് ഒരു വേരുണ്ട്, അങ്ങനെ ഓർക്കുക. മറ്റേ നാരുവേരാണ് ജസ്റ്റ് നാരുകൾ പോലെ ഇങ്ങനെ 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 കിടക്കുന്നു. ഇനി ജാലികയാണെങ്കിൽ വലക്കണ്ണികൾ പോലെ, സമാന്തര ശിലാവിന്യാസം ആണെങ്കിൽ സമാന്തരമായിട്ട് തന്നെ, ആ പേര് തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഏകബീജപത്രം, ദ്വിബീജപത്രവും, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പേ വരുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുവാണെങ്കിൽ ആ ഒരു ടൈപ്പ് തന്നെ, ഇപ്പൊ നമ്മൾ കണ്ട എന്താ ഒറ്റപ്പെട്ടത് ഏത്, ആ ഒരു ടൈപ്പ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ഞാനിത് കഴിയുമ്പോൾ ഇത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഏതെങ്കിലും മനസ്സിലാകാതെ പോവോ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് കിട്ടാതെ പോവോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല, ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. നിങ്ങൾ അപ്പൊ തന്നെ നോട്ട് എഴുതി പോവുക.
പഠിച്ചും പോവുക. പിന്നെ നമ്മൾ തായ്വേര് പടലത്തിന്റെയും സുരാവിന്യാസത്തിന്റെയും തമ്മിലുള്ള കണക്ഷൻ വെച്ച് നമ്മൾ കോഡും പറഞ്ഞായിരുന്നല്ലോ, താജും പിന്നെ എന്താ പറഞ്ഞേ നാസയും പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. എക്സാമ്പിൾസും ഇപ്പൊ ഇവിടെ എക്സാമ്പിൾസ് അല്ലേ നമുക്ക് തന്നെ, നമ്മൾ ലാസ്റ്റ് വിലയിരുത്താം എന്നുള്ള പ്രവർത്തനം ചെയ്തപ്പോഴും അതിന്റെ അകത്ത് എക്സാമ്പിൾസ് അല്ലേ തന്നെ. അപ്പൊ അതുപോലെ എക്സാമ്പിൾസ് ആയിരിക്കും തരുന്നത്. അപ്പൊ ഇത് നാലുപേര് പടലത്തിൽ പെടുന്നവ പെടാത്തവ അങ്ങനെയായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അത് ഓപ്ഷൻസ് മാറിപ്പോവാതെ തന്നെ ജസ്റ്റ് നോക്കുക അതിന്റെ പിക്ചേഴ്സും, അതായത് വേറെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇലകൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അങ്ങനെ ഓർത്ത് തന്നെ അത് കൃത്യമായിട്ട് ബബിൾ ചെയ്യാനൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതിൽ കിട്ടാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണോ, എന്തെങ്കിലും ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഹലോ. അതെ അതെ. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഠിച്ചിട്ട് കിടക്കണം കേട്ടോ. നമുക്ക് ഞായറാഴ്ച എക്സാം ഉണ്ട്. എല്ലാവരും എക്സാം ഒക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞായറാഴ്ച നമുക്ക് എക്സാം ഉണ്ട്. അപ്പം ഇപ്പൊ ഒരു 4 ആഴ്ചയോളം ആയില്ലേ, 5 ആയോ ഇല്ല 4 ആഴ്ചയോളം ആയില്ലേ. അപ്പൊ അത്രയും പോർഷൻസ് കവർ ചെയ്ത് തന്നെ പോവുക. അന്നുള്ള അന്ന് തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു, ഗുഡ് നൈറ്റ്.